വിദ്യാർത്ഥികളുടെ കയ്യിൽ അത് കിട്ടിക്കഴിഞ്ഞാൽ അവർ ഒരുമിച്ച് ഒത്തൊരുമയോടുകൂടി, അതായത് ഉള്ളത് പങ്കിടാൻ അവർ മടിക്കാറില്ല. അപ്പം ഇങ്ങനെ ഭക്ഷണം കഴിക്കാതെ വരുന്ന കുട്ടികൾക്ക് SPC കേഡറ്റ്സ് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ക്ലാസ് ടീച്ചേഴ്സ് ഇത് കളക്ട് ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. നെയ്യാറ്റിങ്കര മാരായമുട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടി പോലീസ് ഒരുക്കിയിരിക്കുന്ന കനിവെന്ന പദ്ധതിയാണ് സൗഹൃദങ്ങളെ കൂടുതൽ ആത്മബന്ധങ്ങളിലേക്ക് എത്തിക്കുന്നത്. പ്രഭാത ഭക്ഷണം കഴിക്കാതെ ഒരു വിദ്യാർത്ഥികളും ഉണ്ടാകരുത് എന്ന ആശയമാണ് കനിവ് തികച്ചും വ്യത്യസ്തമാക്കുന്നത്. ജീവിത സാഹചര്യങ്ങൾ കൊണ്ടും അതിരാവിലെയുള്ള സ്കൂളിലേക്കുള്ള കുട്ടികളുടെ ഓട്ടപ്പാച്ചിലുകൾ കൊണ്ടും പ്രഭാത ഭക്ഷണങ്ങൾ ഒഴിവാക്കേണ്ടി വന്ന വിദ്യാർത്ഥികളുടെ എണ്ണം ദിനംപ്രതി സ്കൂളിൽ വർദ്ധിച്ചപ്പോഴാണ് കനിവെന്ന ആശയത്തിന് കുട്ടി പോലീസ് തുടക്കം കുറിച്ചത്. സ്കൂളിലേക്ക് വരുമ്പോൾ ഒരു പൊതി പ്രഭാത ഭക്ഷണം കൂടി കയ്യിൽ കരുതും. സ്കൂളിൻ്റെ ഓഫീസിൻ്റെ മുന്നിൽ പ്രത്യേകം തയ്യാറാക്കിയ കനിവ് പെട്ടിയിൽ ഈ പ്രഭാത ഭക്ഷണം കൊണ്ടുവരുന്ന വിദ്യാർത്ഥി സമർപ്പിക്കും. ഒപ്പം കനിവ് പെട്ടിക്ക് കാവലായി നിൽക്കുന്ന കുട്ടി പോലീസുകാരുടെ കയ്യിലുള്ള രജിസ്റ്ററിൽ പ്രഭാത ഭക്ഷണം എത്തിച്ച ആളുടെ പേര് രേഖപ്പെടുത്തി ക്ലാസ്സിലേക്ക് മടങ്ങും. തുടർന്ന് ചുമതലയുള്ള കുട്ടി പോലീസുകാരെ തന്നെ ഇവർ ഓരോ ക്ലാസ്സുകളിൽ പ്രഭാത ഭക്ഷണ പൊതികൾ എത്തിക്കും. തുടർന്ന് ക്ലാസ്സിൽ അർഹതയുള്ള കുട്ടികളെ കണ്ടെത്തി അവർക്ക് ഭക്ഷണപ്പൊതി നൽകേണ്ട ചുമതല ക്ലാസ് അധ്യാപകർക്കാണ് ഉള്ളത്. ചുരുക്കത്തിൽ പ്രഭാത ഭക്ഷണം കൊണ്ടുവരുന്ന വിദ്യാർത്ഥികളും ഇത് കഴിക്കുന്ന വിദ്യാർത്ഥികളും പരസ്പരം ആരൊക്കെയാണെന്ന് അധ്യാപകർക്ക് മാത്രമേ അറിയാൻ കഴിയൂ. കനിവ് 2026 ഇംപ്ലിമെൻ്റ് ചെയ്ത് വളരെ രസകരമായ കാര്യമാണ്. അതിൽ ഒരുപാട് ആശയങ്ങളും ഒരുപാട് ഹൃദയസ്പർശിയായ നിമിഷങ്ങളും കടന്നുപോയി. കാരണം വിദ്യാർത്ഥികൾ ഇതിനകത്ത് കൊണ്ടുവയ്ക്കുമ്പോൾ നമ്മുടെ SPC വിദ്യാർത്ഥികൾ തന്നെ ആ പേരുകൾ കൃത്യമായി നോട്ട് ചെയ്യാറുണ്ട്. എല്ലാം ബെല്ലടിച്ച് ഫസ്റ്റ് ബെല്ല് കഴിഞ്ഞതിന് ശേഷം ഈ പാക്കറ്റുകളെല്ലാം കുട്ടി പോലീസ് തൊട്ടടുത്തുള്ള ക്ലാസ്സുകളിലെല്ലാം അന്വേഷിക്കും അർഹതപ്പെട്ട വിദ്യാർത്ഥികൾ ആരൊക്കെയാണ്. അത് എണ്ണം കണക്കാക്കി ആ ക്ലാസ്സിൽ ചെന്ന് ക്ലാസ് ടീച്ചേഴ്സിൻ്റെ കൈകളിലാണ് ഇത് സുരക്ഷിതമായി എത്തുന്നത്. അപ്പോൾ ക്ലാസ് ടീച്ചേഴ്സ് വിദ്യാർത്ഥിയുമായി രാവിലത്തെ ഇൻട്രാക്ഷനിൽ ആരാണ് കനിവിന് അർഹത എന്നുള്ളത് കണ്ടെത്തുകയും ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കാൻ, വിദ്യാർത്ഥിയുമായ ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കാൻ അധ്യാപകന് കഴിയുന്നതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. വിദ്യാർത്ഥികളുടെ കയ്യിൽ അത് കിട്ടിക്കഴിഞ്ഞാൽ അവർ ഒരുമിച്ച് ഒത്തൊരുമയോടുകൂടി, അതായത് ഉള്ളത് പങ്കിടാൻ അവർ മടിക്കാറില്ല. ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ ഹൃദയം എന്തുമാത്രം സന്തോഷിക്കുന്നു എന്ന് വാക്കുകൾക്ക് അതീതമാണ്. അധ്യാപകരും വിദ്യാർത്ഥിയും കുട്ടിയും അതുപോലെ അവരുടെ സൗഹൃദങ്ങളും എല്ലാം നിറഞ്ഞൊരു ക്യാമ്പസ്. തനിക്ക് കിട്ടുന്നത് മറ്റൊരാൾക്ക് ഷെയർ ചെയ്യാനുള്ള അവരുടെ മനോഭാവം വളർത്താൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് മാരായമട്ടത്തിലെ അധ്യാപകരെ കൃത്യമായി ഫുഡ് വേസ്റ്റാക്കാതിരിക്കാൻ അധ്യാപകർ ശ്രദ്ധിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇതിൽ പ്ലാസ്റ്റിക് വിമുക്തമാക്കുവാൻ വേണ്ടി ഇലയിലാണ് കൊണ്ടുവരേണ്ടത് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. 90% വിദ്യാർത്ഥികൾ അത് പാലിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഹരിതചട്ടം നമ്മുടെ സ്കൂളിൽ നടപ്പിലാക്കുന്നതും കൂടി ഇതിൻ്റെ ഭാഗമാക്കാൻ കഴിയും. അധ്യാപകർ വിദ്യാർത്ഥികൾ തമ്മിലുള്ള ആത്മബന്ധം ഇവിടെ വീണ്ടും വീണ്ടും അത് ഊന്നി പറയാൻ അല്ലെങ്കിൽ അത് ദൃഢമാക്കാൻ കഴിയുന്ന സന്തോഷവും ഞങ്ങൾക്കുണ്ട്. കനിവ് എന്നും മാരായമട്ടത്തിൻ്റെ ഹൃദയസ്പർശിയായ ഒരു പ്രോജക്റ്റ് തന്നെയാണ്. കേരളത്തിൽ വിദ്യാർത്ഥികളും അതുപോലെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഇതൊരു തിളക്കമാർന്ന കനിവ് തന്നെയായിരിക്കും എന്ന പ്രതീക്ഷയിലാണ് ഞങ്ങളും അധ്യാപകരും വിദ്യാർത്ഥികളും കുട്ടി പോലീസും. ഞാൻ ഡോക്ടർ സൗദീഷ്, ഗവൺമെൻറ് ഹയർ സെക്കൻഡറി മാരായമട്ടം സ്കൂളിലെ SPCയുടെ ചാർജുള്ള അധ്യാപകനാണ്. 11 മണിയോട് കൂടിയുള്ള പ്രത്യേക ഇടവേളയിൽ സ്കൂൾ ഡൈനിങ് ഹാളിൽ ഒത്തുകൂടുന്നവർ ഈ പ്രഭാത ഭക്ഷണം പങ്കിട്ട് കഴിക്കുന്നതോടുകൂടിയാണ് സൗഹൃദങ്ങളും ആത്മബന്ധങ്ങളും ഈടും പാവുമായി മാറുന്നത്. മാരായമട്ടം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC കേഡറ്റ്സിന് തങ്ങളുടെ സഹപാഠികളോടുള്ള സ്നേഹവും കരുതലുമാണ് കനിവ് എന്ന പദ്ധതി. നമ്മുടെ സ്കൂളിലെ കുറച്ച് കുഞ്ഞുങ്ങൾ രാവിലെ ഭക്ഷണം കഴിക്കാതെ എത്തുന്നുണ്ട്. ആ കുട്ടികൾക്ക് വേണ്ടി ആദ്യം SPC കേഡറ്റ്സാണ് ഭക്ഷണപ്പൊതികൾ എത്തിച്ചിരുന്നത്. പിന്നീട് ഇവിടെയുള്ള അധ്യാപകരും മറ്റു കുട്ടികളും PTA അംഗങ്ങളും ഭക്ഷണപ്പൊതി എത്തിച്ചു തുടങ്ങി. അങ്ങനെ ഏകദേശം ഒരു 35 കുട്ടികൾക്ക് വരെ ഭക്ഷണപ്പൊതി രാവിലെ എത്തുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കാതെ വരുന്ന കുട്ടികൾക്ക് SPC കേഡറ്റ്സ് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ക്ലാസ് ടീച്ചേഴ്സ് ഇത് കളക്ട് ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. വേറെ മാതൃകാപരമായ സന്തോഷകരമായ ഒരു പ്രവൃത്തിയാണിത്. വിലോലത BB, ഹെഡ് മിസ്ട്രസ്, മാരായമട്ടം. നിരവധി ഹൃദയസ്പർശികളായ പദ്ധതികൾക്ക് രൂപം നൽകിയിട്ടുള്ള കുട്ടി പോലീസ്
ഒരുപക്ഷെ സംസ്ഥാനത്ത് തന്നെ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു സംരംഭം നടത്തുന്നു എന്നതാണ് മാരായമുട്ടത്തെ കുട്ടി പോലീസ് അവകാശപ്പെടുന്നത്. സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ 1-ാം വർഷത്തെ 44 വിദ്യാർത്ഥികളും 2-ാം വർഷത്തെ 44 വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 88 വിദ്യാർത്ഥികളാണ് കുട്ടി പോലീസ് സേനയിൽ ഉള്ളത്. സ്കൂളിലെ കുട്ടി പോലീസിന് പുറമെ മറ്റു വിദ്യാർത്ഥികളും അധ്യാപകരും അനധ്യാപകരും കനിവ് പെട്ടിയിൽ തങ്ങളുടെ വിഹിതമായി പ്രഭാത ഭക്ഷണം പൊതി എത്തിക്കുന്നതോടെ നിറക്കനിവോടുകൂടിയാണ് ഓരോ അധ്യയന ദിനങ്ങളും മാരായമുട്ടം ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിക്കുന്നത്.